അസ്സലാമു അലൈക്കും മുത്തുമണികളെ, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എല്ലാവരും സുഖമായിരിക്കട്ടെ. കാരണം ഇന്ന് ഞാനൊരു രോഗത്തെ പറ്റി പറയാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ. ആരും ഒരു രോഗശയ്യയിലേക്ക് പോകാതെ അധ്വാനിച്ച് ജീവിക്കാനുള്ള കഴിവ് നമ്മൾക്കെല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ആ ഒരു പ്രാർത്ഥനയാണ് എനിക്ക്. ആരെയാണെങ്കിലും ഒരാളോടും വൈരാഗ്യം എനിക്കില്ല, വാശിയും ഇല്ല. എന്നാലും അങ്ങനെ ദുആ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ആരെച്ചാൽ നമ്മളെ രേണുസുതി ഒരുപാട് റീൽസുകളും മെമ്പർഷിപ്പ് ലൈവും അതേമാതിരി ഷോർട്സുകളും ചില സിനിമകളിൽ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ചു തോന്നുന്നുണ്ട്. പിന്നെ അതേമാതിരി ആൽബം സോങ്ങായിട്ടും അങ്ങനെയൊക്കെ അഭിനയിച്ച് അടിപൊളിയായിട്ട് ഭയങ്കരമായി എല്ലാവരും എടുത്ത് സംസാരിച്ച് അതിനനുസരിച്ച് റേണും ചിലവർക്കൊക്കെ നല്ല മറുപടിയും കൊടുത്തുകൊണ്ട് ജീവിച്ച് വരുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് നമ്മുടെ രേണു വീണുപോയി. കാരണം രോഗം. അപ്പോൾ നമ്മളാരും തന്നെ ഒരു മനുഷ്യനെ കുറ്റം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. കാരണം ഏറ്റവും വലുത് പടച്ച റബ്ബാണ്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ സെക്കൻഡുകൾ പോലും വേണ്ട. അപ്പോൾ ഒരു പക്ഷേ രേണുവിന് വന്ന രേണുവിനെ പറഞ്ഞിരുന്ന വാക്കുകളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്, ഓരോരുത്തരും പറഞ്ഞിരുന്നത്. അപ്പം രേണു ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. രേണു ചെയ്തത് അന്നത്തെ സമയത്ത് ചെയ്തത് കുറച്ച് ഓവർ ആക്ടിങ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇന്ന് നമുക്കത് ഓർക്കുമ്പോൾ ഒരു പാവം തോന്നുന്നുണ്ട്. കാരണം രേണുവിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാനാണോ രേണു അന്ന് അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട്. കാരണം ഇന്നത്തെ രേണുവിൻ്റെ അവസ്ഥ കണ്ട നമ്മൾക്ക് ഏതൊരു മനുഷ്യനും മനസ്സലിഞ്ഞു പോകും. കാരണം മുട്ടിയൊക്കെ വെട്ടി, പെരട്ടിയിലുള്ള തൊലിയൊക്കെ പോയി, തലയുടെ തൊലിയൊക്കെ പോയി, മുടി ഒരു സൈസ് പശ മാതിരി ഒട്ടുകയാണെന്ന് അവളെ വീഡിയോസിൽ തന്നെ അവൾ പറയുന്നുണ്ട്. അവളെ കവളുകൾ അല്ലെങ്കിൽ തന്നെ ഒട്ടിക്കൊണ്ടുള്ള കവൾ അത് ഒരുപാട് അങ്ങൊട്ടി ഒരു ശോചനീയ അവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥയായിട്ടാണ് ഇപ്പോൾ രേണുവിൻ്റെ അവസ്ഥ കാണുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം രേണുവിന് വന്ന അസുഖം നമ്മൾക്ക് വരില്ല എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഏത് സമയത്തും അസുഖം എന്ന് പറയുന്ന സാധനം നമുക്ക് വരും. പിന്നെ തന്നെയല്ല, അസുഖങ്ങൾ വരണമെന്നുമില്ല. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ചെറുതായിട്ട് ഒന്ന് തടഞ്ഞു വീണാൽ മതി നമ്മുടെ അഹങ്കാരം കൊണ്ടുള്ള സംസാരവും പ്രവൃത്തികളും എല്ലാം നിന്നു പോവാൻ. കാരണം നമ്മൾ കാരണങ്ങൾ അതേ മതിയാവുള്ളൂ. കാരണം ഒന്ന് തട്ടി വീണിട്ടേ ഉണ്ടാവുള്ളൂ. നമുക്ക് പിന്നീട് പറയും എല്ലാവരും, എന്താല്ലേ ഒന്ന് തടഞ്ഞ് വീണിട്ടേ ഉള്ളൂ, അതിൻ്റെ അവസ്ഥ കണ്ടോ എന്ന് പറയും. എന്നത് മാതിരി തന്നെയാണ് ഇപ്പോൾ രേണു. കാരണം പെട്ടെന്നാണ് രേണുവിൻ്റെ രോഗങ്ങൾ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും ആ രോഗത്തെപ്പോലും മൈൻഡ് ചെയ്യാതെയായിരുന്നു നമ്മളെ രേണു ഓരോരോ സംഭവങ്ങളും ചെയ്തിരുന്നത്. പക്ഷെ പെട്ടെന്നാണ് രേണു വീണു പോയത്. അപ്പോൾ ഇത് നല്ല റിക്കവറായി അവൾ വരട്ടെ. ഒരു കുട്ടി അവൾക്കുണ്ട്. രണ്ടാമത്തെ മോൻ കിച്ചുണ്ട്. കിച്ചു കാണാൻ പോകുന്നു പറഞ്ഞു. കിച്ചു പോയിട്ട് കാണാൻ പറ്റിയില്ല, ഐസിയുലാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും കുടുംബങ്ങളാണ്, തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാറിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ രേണു സുഖപ്പെട്ട് എല്ലാ രോഗങ്ങളും സുഖപ്പെട്ട് വരട്ടെ. കാരണം ഋതപ്പനെ അവൾ പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഋതപ്പൻ ആരുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. കാരണം എത്ര അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ടായാലും ഒരമ്മയുള്ളതിന് പകരമാകില്ല ഏത് മക്കൾക്കാണെങ്കിലും. ഒരമ്മയുടെ പകരമാകില്ല ഏത് മക്കൾക്കും. അത് നമ്മൾ പല കുടുംബങ്ങളിലും കണ്ടതാണ്. അമ്മയില്ലാത്തത് കൊണ്ടുള്ള വേദന. ഇനിയിപ്പോൾ അമ്മയില്ലെങ്കിലും അവരെ സ്വർഗത്തിലിട്ട് നമ്മൾ സ്വർണത്തിൻ്റെ തൊട്ടിലിട്ട് ആട്ടി കൊടുത്താലും കുറച്ച് ദിവസങ്ങളിലൊക്കെ അവർ സന്തോഷത്തോടെ ഇരുന്നാലും വീണ്ടും അവർ കുഞ്ഞു മക്കളാകുമ്പോൾ അവർക്ക് ആ അമ്മയിലേക്കുള്ള ചിന്തകളാണ് അവർ വരിക. പിന്നെ അവർ മൂകരാകാൻ തുടങ്ങും. കാരണം അമ്മയുടെ കൂടെ ചിരിച്ചത്, അമ്മ അടിച്ചതോ അമ്മ വഴക്ക് പറഞ്ഞതോ ഒന്നും പിന്നീട് അവരെ മനസ്സിലുണ്ടാവില്ല. ഇപ്പോഴത്തെ കുഞ്ഞുമക്കളല്ലേ അവരെ മനസ്സിൽ അങ്ങനെ തോന്നിയെങ്കിലും പിന്നീട് അവരിരുന്ന് ചിന്തിക്കുമ്പോൾ
അമ്മ അടിച്ചതോ വഴക്ക് പറഞ്ഞതോ അല്ല അവരുടെ മനസ്സിൽ വരിക. അവരുടെ മനസ്സിൽ വരുന്ന അമ്മ സ്നേഹത്തോടെ ചോറ് വാരി കൊടുത്തതും, അമ്മ ഡ്രസ്സ് ഇട്ടിട്ട് അമ്മയുടെ കൂടെ പോയതും, അമ്മ താരാട്ട് പാട്ട് പാടിയതും, അമ്മ എടുത്ത് കൊഞ്ചിച്ചതും, അമ്മ എടുത്ത് മുത്തം കൊടുത്തതും, ഇതൊക്കെയാണ് ആ മക്കളുടെ മനസ്സിലേക്ക് ഓടി വരിക. അപ്പോൾ ഏതായാലും രേണുവിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഋതപ്പൻ എന്ന മോന് വേണ്ടിയിട്ട് കിച്ചുവിന് ഇനി പ്രശ്നമില്ല. കിച്ചുവിൻ്റേതായ ജീവിതം നോക്കാനുള്ള പ്രായം കിച്ചുവിനായി. കിച്ചു അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഋതപ്പൻ അവൻ കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ അവനും വളർന്നു വരണമല്ലോ നമ്മളെ സമുദായത്തിൽ. ഇന്നലെ ഇരുന്നിട്ട് നമ്മളെ വേടൻ്റെ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു ഋതപ്പൻ. ഞാൻ ശ്രമിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയില്ല. പക്ഷേ കുഞ്ഞു കുട്ടിയാണ് അവൻ. എന്നാലും എത്ര സൂപ്പറായിട്ടാണ് അവൻ ആ പാട്ട് പാടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് രേണു സുഖപ്പെട്ട് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആരായിരുന്നാലും രോഗങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നത് നമ്മളെ കണ്ണ് കാണുമ്പോൾ എനിക്കത് സങ്കടമാണ്. അപ്പോൾ ആരായിരുന്നാലും രോഗങ്ങൾ അള്ളാഹു ആർക്കും ഇങ്ങനത്തെ രോഗങ്ങൾ കൊടുക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.